വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭൂമിയുടെ ഏക ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനെ കുറിച്ചാണ്. അപ്പോ അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ്. അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രനെ വേറൊരു പേരിട്ടു കൂടി വിളിക്കുന്നുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതും ചന്ദ്രനാണ്. രണ്ടും ക്ലിയർ ആയില്ലേ? ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ്, ഫോസിൽ പ്ലാനറ്റ് ആണ്. ഇനി മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ആകാശഗോളമാണ്. മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ആകാശഗോളമാണ് ഏത് എന്ന് പറയുന്നത്? ചന്ദ്രൻ. അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. മനുഷ്യനാദ്യമായി കാലുകുത്തിയ ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ സെലനോളജി എന്ന് വിളിക്കുന്നു. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ്? സെലനോളജി എന്നതാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജിയാണ്. ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? സെലനോഗ്രഫി എന്ന് വിളിക്കുന്നു. സെലനോഗ്രഫി. ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? സെലനോഗ്രഫി എന്ന് വിളിക്കുന്നു. ഈ സെലനോഗ്രഫി ഉണ്ടല്ലോ, സെലനോഗ്രഫിയുടെ പിതാവ് ജോഹാൻ ഷ്രോട്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ്. സെലനോഗ്രഫിയുടെ പിതാവ് ആരാണ്? ജോഹാൻ ഷ്രോട്ടർ ആണ്. അപ്പൊ ജോഹാൻ ഷ്രോട്ടർ എന്ന് പറയുന്ന ജോഹാൻ ഷ്രോട്ടർ എന്ന് പറയുന്ന ആളാണ് സെലനോഗ്രഫിയുടെ പിതാവ്. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിയമാണ്. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഭാവിയുടെ ലോഹം എന്നാണ്. അപ്പൊ ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയമാണ് എവിടെ കാണപ്പെടുന്നത്? ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്നത്. ഇനി ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? അപ്പോ ചന്ദ്രനില് എന്താണ് ആകാശത്തിന്റെ നിറം എങ്ങനെയാണ്? ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബ്ലാക്ക് ആണ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പായി കാണാൻ കാരണം എന്താണ്? ചന്ദ്രനിൽ എന്തില്ല എന്നുള്ളത് കൊണ്ടാണ്? അന്തരീക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാട്ടോ. ഇനി ഒരു മാസത്തില് നമ്മൾ അറിയാം 2 പൂർണ്ണചന്ദ്രന്മാരെ കാണും അല്ലെ? അങ്ങനെ ഒരു മാസത്തിൽ കാണുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നു. ഒരു മാസത്തിൽ കാണുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ മൂൺ എന്നാണ്. എന്താ വിളിക്കണേ? ബ്ലൂ മൂൺ എന്നാണ്. ഈ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടല്ലോ, ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ എത്ര സമയം വേണം? 1.3 സെക്കൻഡ് വേണം. ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ 1.3 സെക്കൻഡ് ആവശ്യമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ദൃശ്യമാകുന്ന ചന്ദ്രന്റെ ഉപരിതലം 59% മാത്രമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഉപരിതലം എത്രയേ കാണുള്ളൂ? 59% കാണുള്ളൂ. അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യനാദ്യമായി കാലുകുത്തിയ ആകാശഗോളാണ് ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ സെലനോളജി എന്ന് വിളിക്കുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ചുള്ള പഠനശാഖയെ നമ്മൾ സെലനോഗ്രഫി എന്ന് വിളിക്കുന്നു. സെലനോഗ്രഫിയുടെ പിതാവ് ജോഹാൻ ഷ്രോട്ടർ ആണ്. ചന്ദ്രനിൽ കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ടൈറ്റാനിയത്തെ ഭാവിയുടെ ലോഹം എന്ന് വിളിക്കുന്നു. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. അതിന്റെ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്നതാണ്. ഒരു മാസത്തിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ നമ്മൾ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നു. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ 1.3 സെക്കൻഡ് ആവശ്യമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രന്റെ
ഉപരിതലം എത്രമാത്രമാണ്? 59% മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഉപഗ്രഹങ്ങൾ, ധാരാളം ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പല ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളെയും നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള മൊത്തം ഉപഗ്രഹങ്ങളിൽ മൊത്തം ഉപഗ്രഹങ്ങൾ കണക്കാക്കുമ്പോൾ ചന്ദ്രന് വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ്. മൊത്തം ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന് വലിപ്പം നോക്കുമ്പോൾ എത്രാമത്തെ സ്ഥാനമാണ്? 5-ാമത്തെ സ്ഥാനമാണ് എന്ന് പറയുന്നു. ഇനി ചന്ദ്രനിലെ വസ്തുക്കളുടെ ഭാരം എത്രയാണ്? ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം ഭൂമിയിലെ വസ്തുക്കളുടെ ഭാരത്തിന്റെ 1/6. എത്രയാണ്? 1/6. ഭൂമിയിലെ വസ്തുക്കളുടെ ഭാരത്തിന്റെ 1/6. അപ്പൊ എനിക്കിപ്പോ 60 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. 60 കിലോ ഉള്ള ഞാനാണെങ്കിൽ 1/6 എത്രയായി? 60 × 1/6. ഞാൻ അവിടെ ചെല്ലുമ്പോ 10 കിലോനായിട്ട് മാറൂല മക്കളെ. അപ്പൊ ചന്ദ്രനിലാണെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലെ, വെയിറ്റ് കുറയാൻ എളുപ്പമാണ് അല്ലെ. അപ്പോ ക്ലിയർ ആയില്ലേ? ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം ഭൂമിയിലെ വസ്തുക്കളുടെ ഭാരത്തിന്റെ എത്രയാണ്? ഭാരം 1/6 മനസ്സിലാക്കുക കേട്ടോ. ചന്ദ്രനെ ആദ്യമായിട്ട് നിരീക്ഷണ വിധേയമാക്കിയത് ആരാണ്? ചന്ദ്രനെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനെ കാര്യമായിട്ട് ഗഹനമായിട്ട് നിരീക്ഷിച്ച വ്യക്തി ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം പറയാണ് ചന്ദ്രനിൽ എന്തുണ്ട്? ഗർത്തങ്ങളുണ്ട്. അപ്പൊ ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയതും ആരെയാണ്? ഗലീലിയോ ഗലീലിയാണ്. അങ്ങനെ ചന്ദ്രനിലെ വളരെ തിളക്കമാർന്ന ഗർത്തത്തിനെ വിളിക്കുന്ന പേര് അരിസ്റ്റാർക്കസ് എന്നാണ്. കുറേയധികം ഗർത്തങ്ങളുണ്ട്. അതിലെ ഏറ്റവും തിളക്കമേറിയ ഗർത്തത്തിനെ എന്ത് വിളിക്കുന്നു? അരിസ്റ്റാർക്കസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോ ചന്ദ്രന് ഉപഗ്രഹങ്ങളുടെ ഇടയിൽ 5-ാം സ്ഥാനമാണ് വലിപ്പത്തില്. ചന്ദ്രനിലെ ഭാരം ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 മാത്രമേ ഉള്ളൂ. ചന്ദ്രനെ ആദ്യമായിട്ട് നിരീക്ഷണ വിധേയനാക്കിയത് ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനിലെ തിളക്കമേറിയ ഗർത്തത്തിനെ നമ്മൾ അരിസ്റ്റാർക്കസ് എന്ന് വിളിക്കുന്നു. വളരെ തിളക്കമേറിയ ഗർത്തത്തിനെ അരിസ്റ്റാർക്കസ് എന്ന് വിളിക്കുന്നു. ഇനി ചന്ദ്രനില് ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം ഏതാണ്? ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം? ലൂണ 2 ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം ഏതാണ്? ലൂണ 2 ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ലൂണ 2 ആണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകം എന്ന് പറയണം. ഇനി അടുത്തത്, ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ കാലുകുത്തിയത് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. 1969 ജൂലൈ മാസം 20-ാം തീയതി അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത്. ചന്ദ്രനിൽ പോയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? അന്ന് ആദ്യത്തെ ആള് നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് ഇദ്ദേഹമാണ്, നീൽ ആംസ്ട്രോങ്. ആരൊക്കെയാണ് ആ സഞ്ചാരികൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് എഡ്വിൻ ആൾഡ്രിൻ. ആരാണ്? എഡ്വിൻ ആൾഡ്രിൻ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ. അടുത്തത് ആരാണ്? മൈക്കിൾ കൊള്ളിൻസ്. ആരാണ്? മൈക്കിൾ കൊള്ളിൻസ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കൊള്ളിൻസ് എന്നീ 3 പേരാണ്. 3 എവിടുത്തുകാരാണ്? 3 അമേരിക്കക്കാരാണ്. 1969 ജൂലൈ മാസം 20-ാം തീയതി അപ്പോളോ 11 എന്ന് പറയുന്ന വാഹനത്തിൽ എവിടെ കാലുകുത്തിയത്? ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കൊള്ളിൻസ് എന്ന് പറയുന്ന 3 അമേരിക്കക്കാരൻ. ആദ്യം കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. രണ്ടാമത് ആരാണ്? എഡ്വിൻ ആൾഡ്രിൻ ആണ് കേട്ടോ. നീൽ ആംസ്ട്രോങ് ആദ്യം കാലുകുത്തി, എഡ്വിൻ ആൾഡ്രിൻ രണ്ടാമത് കാലുകുത്തി ട്ടോ. ഇനി അടുത്തത് എന്താ നമ്മൾ പറയുന്നത്? ഒന്നും കൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചന്ദ്രനെ കുറിച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്തത് ചന്ദ്രയാൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചന്ദ്രയാനെ കുറിച്ചിട്ട് എന്താ പറയാ കറണ്ട് അഫയേഴ്സിലായാലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചന്ദ്രയാൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ പറയില്ല. ചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ചന്ദ്രന്റെ
ചന്ദ്രന് ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ്. ഭൂമിയിൽ നോക്കുമ്പോൾ ഭൂമിയിലെ അപേക്ഷിച്ച് ഭൂമിയിൽ എത്രയാണോ വെയിറ്റ് ഉള്ളത് അതിന്റെ 1/10 ഭാഗം എവിടെയുള്ളോ നമ്മുടെ ചന്ദ്രനിലുള്ളോ. അപ്പൊ മനസ്സിലാക്കുക, ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾ ചന്ദ്രനിൽ എത്തുമ്പോൾ 10 കിലോനെ ഉണ്ടാവുക. ചന്ദ്രനെ ആദ്യമായി നിരീക്ഷണ വിധേയനാക്കിയത് ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതും ഗലീലിയോ ഗലീലിയാണ്. ചന്ദ്രനിൽ ഏറ്റവും തിളക്കമേറിയ ഗർത്തം അരിസ്റ്റാർക്കസ് ആണ്. ഇനി അടുത്തത്, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം അല്ലെ ഏതാണെന്നാ പറയുന്നത്? ചന്ദ്രനിലേക്ക് ഇറങ്ങിയ പേടകത്തിന്റെ പേര് ലൂണ 3 ആണ് അല്ലെ. ചന്ദ്രനിൽ ആദ്യം ഇറങ്ങിയ പേടകം ലൂണ 3 ആണ് 1959. 1969 ജൂലൈ 20 അപ്പോളോ 11 എന്ന വാഹനത്തിൽ ചന്ദ്രനിലേക്ക് ആര് പോയി? മനുഷ്യർ പോയി അല്ലെ. 3 പേരാ പോയത്, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കൊള്ളിൻസ് അല്ലെ. അപ്പോ 3 പേരും എവിടത്തുകാരായിരുന്നു? അമേരിക്കക്കാരായിരുന്നു. ആദ്യം നീൽ ആംസ്ട്രോങ്, രണ്ടായത് എഡ്വിൻ ആൾഡ്രിനുമാണ് കാലുകുത്തിയത്. ഇത്രയേ ഉള്ളൂ ചന്ദ്രൻ എന്ന് പറയുന്ന ഭാഗം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ ഉണ്ട്, അത് നാളെ പഠിക്കാം. അതോടുകൂടി ആ ടോപ്പിക്ക് നമ്മുടെ തീരാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.